വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ KSRTCയിൽ നിർബന്ധിത VRSന് നീക്കം. 50 കഴിഞ്ഞ 7200 ജീവനക്കാരുടെ പട്ടിക തയ്യാറാക്കി മാനേജ്മെന്റ്. ഒരാൾക്ക് കുറഞ്ഞത് 15 ലക്ഷം രൂപ നൽകുവാനാണ് മാനേജ്മെന്റിന്റെ നീക്കം. VRS നടപ്പാക്കിയാൽ ശമ്പളം ചെലവിൽ 50% കുറയുമെന്നാണ് KSRTC മാനേജ്മെന്റ് കണക്കുകൂട്ടൽ. അതേസമയം ഇത് അംഗീകരിക്കാനാകില്ലെന്നും VRS ഇടത് നയമല്ലെന്നും ഇടത് യൂണിയനുകളും പ്രതികരിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ശരത് കെ ശശി ചേരുന്നുണ്ട്. ശരത്ത്, ഈ VRSുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും മാനേജ്മെന്റിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം എന്താണ്? യൂണിയനുകൾ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? ഗീസ്, ജീവനക്കാരുടെ ശമ്പള ഇനത്തിൽ ഒരു മാസം 84 കോടി രൂപയോളം ആണ് KSRTC മാനേജ്മെന്റിന് ചെലവ് വരുന്നത്. ഈ ഒരു ശമ്പള ചെലവിൽ ഒരു കുറവ് വരുത്താൻ സാധിച്ചാൽ അത് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് വലിയ ആശ്വാസം ഉണ്ടാക്കും എന്നാണ് മാനേജ്മെന്റ് കണക്ക് കൂട്ടുന്നത്. അതിന്റെ ഭാഗമായി നൽകുന്ന ശമ്പള ചെലവ് കുറയ്ക്കുക എന്നതിന്റെ ഭാഗമായാണ് ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ ഇപ്പോൾ VRS നൽകുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആലോചനയിലേക്ക് മാനേജ്മെന്റ് കടന്നിരിക്കുന്നത്. ഒരു നിർബന്ധിത VRS എന്ന ആലോചനയിലേക്ക് മാനേജ്മെന്റ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഈ പറയുന്ന 7200ഓളം പേരുടെ പട്ടിക മാനേജ്മെന്റ് തയ്യാറാക്കിയിരിക്കുന്നു. 50 വയസ്സിന് മുകളിലുള്ള ഇവർക്ക് നിർബന്ധിത VRS അനുവദിക്കുന്നതിന് വേണ്ടിയാണ് മാനേജ്മെന്റ് ആലോചിക്കുന്നത്. ആ വിരമിക്കാൻ തയ്യാറാകുന്ന, അത്തരത്തിൽ VRS എടുക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് ഒറ്റത്തവണ 15 ലക്ഷം രൂപ നൽകുക എന്നും മാനേജ്മെന്റ് ആലോചിക്കുന്നുണ്ട്. ഇതിനായി ഏതാണ്ട് 1080 കോടി രൂപയോളം ചെലവ് വരുമെന്നാണ് നിലവിൽ കണക്ക് കൂട്ടുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KSRTCയിൽ കൃത്യമായി ശമ്പളം പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അത്തരമൊരു അവസ്ഥയിൽ ജീവനക്കാർക്ക് ഇങ്ങനെയൊരു പാക്കേജ് അവതരിപ്പിക്കുകയാണെങ്കിൽ 15 ലക്ഷം രൂപ ശമ്പളം പോലും കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറി 15 ലക്ഷം രൂപ ഒറ്റയടിക്ക് കിട്ടിയാൽ അത് ഗുണമാകുമെന്ന് കണക്കുകൂട്ടി ജീവനക്കാർ അതിനോട് അനുകൂലമായി പ്രതികരിക്കുമെന്ന് മാനേജ്മെന്റ് കണക്ക് കൂട്ടുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ഒരു VRS നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലോചന മാനേജ്മെന്റ് സജീവമാക്കിയിരിക്കുന്നത്. VRS പദ്ധതി ഇപ്പോൾ ഈ 7200 പേരെ ഒഴിവാക്കാൻ സാധിക്കുകയാണെങ്കിൽ നിലവിലെ ശമ്പള ചെലവിൽ 50% കുറവ് വരും എന്നും മാനേജ്മെന്റ് കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സർക്കാർ ഇതിന് സഹായം നൽകുമെന്നും അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നേരത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ KSRTC ജീവനക്കാരുടെ എണ്ണം അത് 10,000 ജീവനക്കാരുടെ എണ്ണത്തിൽ 10,000ന്റെ കുറവ് വരുത്തണമെന്നുള്ള നിർദ്ദേശം മാനേജ്മെന്റിന് നൽകിയിരുന്നു. ഈ ജീവനക്കാരെ VRS എടുപ്പിക്കുകയാണെങ്കിൽ 7000ഓളം ആളുകൾ കുറയുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പാക്കേജിന് സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ മാനേജ്മെന്റിനുണ്ട്. അതിന്റെ ഭാഗമായി ഒരു പദ്ധതി രേഖ എന്നുള്ള നിലയിൽ ഈ ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് അത് ധനവകുപ്പിന് കൈമാറാനും മാനേജ്മെന്റ് ആലോചിച്ചിട്ടുണ്ട്. ശരത്ത്, അപ്പം ഈ യൂണിയനുകളുടെ ഒരു നിലപാട് എങ്ങനെയാണ്? ഇതുമായി യൂണിയൻ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? പ്രതിഷേധാർഹവുമായി തന്നെ നീങ്ങുവാനാണോ തീരുമാനം? അംഗീകൃത യൂണിയനുകളായ CITUവും AITUCയും BMSും ഈ വിഷയത്തിൽ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല, അല്ലെങ്കിൽ മാനേജ്മെന്റ് നീക്കത്തെ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. നിർബന്ധിത VRS എന്നത് ഇടത് നയമല്ല എന്നാണ് AITUC ചൂണ്ടിക്കാണിക്കുന്നത്. KSRTCയിൽ കഴിഞ്ഞ കുറെ നാളുകളായി UDFന്റെയും BJPയുടെയും നയങ്ങളാണ് മാനേജ്മെന്റ് നടപ്പിലാക്കുന്നത്. അത് ഇപ്പോൾ VRSന്റെ കാര്യത്തിലും ആവർത്തിക്കുകയാണ്. ഈ നീക്കത്തെ അംഗീകരിക്കില്ല എന്നാണ് AITUC വ്യക്തമാക്കിയിരിക്കുന്നത്. CITUവും അതേ നിലപാട് തന്നെ വ്യക്തമാക്കുന്നു. നിർബന്ധിത VRS ഒരു കാരണവശാലും നീതീകരിക്കാനാകാത്തതാണ് എന്നാണ് CITU ചൂണ്ടിക്കാണിക്കുന്നത്. BMSും ഈ വിഷയത്തിൽ സമാനമായ നിലപാട് തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. നേരത്തെ തന്നെ ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് നീക്കത്തിനെതിരെ യൂണിയനുകൾ രംഗത്ത് വരികയും സമരപരിപാടികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മാനേജ്മെന്റ് ഈ ഒരു VRS നൽകുന്നതിന് വേണ്ടിയുള്ള നീക്കം കൂടി ആരംഭിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തമായ സമര പരിപാടികളിലേക്ക് യൂണിയനുകൾ കടക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. ഏതായാലും യൂണിയനുകളോട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള ആലോചനകളും മാനേജ്മെന്റ് നടത്തിയിട്ടില്ല. കഴിഞ്ഞ 2 ദിവസം മുൻപ് മാനേജ്മെന്റ് യൂണിയൻ പ്രതിനിധികളുമായി ഒരു അനൌദ്യോഗികമായ ചർച്ചകളൊക്കെ തന്നെ നടത്തിയിരുന്നു. ആ ഘട്ടത്തിലും ഇങ്ങനെ ഒരു ആലോചനയുള്ള കാര്യം യൂണിയനുകളെ അറിയിച്ചിട്ടില്ല എന്നാണ് യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. ശരത് കെ ശശിയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.